ഇതുപോലെ തനിക്ക് വന്നിട്ടില്ല. ഇതെന്തോ പ്രശ്നമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതെ ഉർവശി, ഈ പകർച്ചവ്യാധികളൊക്കെ വന്നാലേ നമ്മുടെ അഹങ്കാരത്തിനൊന്നും അവിടെ സ്ഥാനമില്ല. നമ്മൾ കൃത്യമായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുക, പരിപാലിച്ച് മാറ്റിയെടുക്കാൻ നോക്കാം. ചന്ദ്രു, സാധാരണ ഈ ചിക്കൻ ബോക്സ് വന്നാലേ എല്ലാരും ഉള്ളിടത്ത് ഇങ്ങനെ നിർത്താൻ പാടില്ലല്ലോ, ഉണ്ടോ ചന്ദ്രശേഖർ? ഇല്ല. പിന്നെ ഈ മോഡേൺ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നോണ്ട് നോ 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 നോ, എനിക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചന്ദ്രന്റെ കാര്യ പ്രശ്നം. ചന്ദ്രന് അസുഖം വന്ന് 5-10 ദിവസം കിടന്നു പോയാ ഞാൻ ഒറ്റയ്ക്ക് ഈ ബിസിനസിന്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കും? സോ എല്ലാവരുടെയും നന്മയെ കരുതി ഉർവശി കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോട്ടെ. അങ്ങനെ എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാന്നൊന്നും ആരും കരുതണ്ട. ഒന്നും ഉണ്ടായിരുന്നേ, ഈ വീടിന്റെ ഉടമയാ പറയുന്നത്. ഇറങ്ങാൻ പറഞ്ഞാ ഇറങ്ങണം. അല്ലെങ്കിലും അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അധികം വൈകാതെ എന്നെ ഇറക്കാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യുന്നു. മതി മതി സാറാ, പെട്ടെന്ന് ഇവിടുന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഉർവശിക്ക് അങ്ങനെ വേറൊരിടത്തും പോകാനില്ല. പിന്നെ എവിടെയെങ്കിലും ഹോട്ടലിലോ മറ്റോ മുറി എടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാ പെരുമാറേണ്ടെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് അസുഖം മാറുന്നവരെ ഔട്ട് ഹൗസിൽ നിൽക്കട്ടെ, ഇങ്ങോട്ട് വരാണ്ടിരുന്നാ മതിയല്ലോ. അത് വേണോ ചന്ദ്രു? റിസ്ക് എടുക്കണോ? അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? സാറെ ഒന്ന് സമ്മതിക്കും. ചന്ദ്രശേഖരൻ ഒരു കാര്യം പറഞ്ഞ അത് തള്ളിക്കളയാൻ പറ്റില്ല. ഔട്ട് ഹൗസിൽ തങ്ങിക്കോട്ടെ, പക്ഷെ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാനോ ഇവിടെ ഉള്ളവരുമായി സമ്പർക്കം പുലർത്താനോ പാടില്ല. താൻ കേട്ടല്ലോ, വെറുതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്. പോവാൻ നോക്ക്. ചന്ദ്രേട്ടാ, അവിടെ ഞാൻ തനിച്ചോ? പിന്നെ ആര് വന്ന് കൂട്ടിരിക്കാനാ തനിക്ക്? അവിടെ എന്താ ആരും ഒറ്റയ്ക്ക് കഴിയാറില്ലേ? കുറെ ദിവസം അമ്മ അവിടെ കിടന്നല്ലോ. ഉർവശി, ചന്ദ്രു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ പറ്റുമെങ്കിൽ അനുസരിക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരും. അത് ചിലപ്പോ സ്ഥിരമായിട്ട് അങ്ങനെ അങ്ങ് ആയിപ്പോകും. വേണ്ട, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. അങ്ങനെ ചെയ്യല്ലേ ചന്ദ്രേട്ടാ? മുമ്പൊക്കെ ചില കാര്യങ്ങൾ തിരിച്ചു കിട്ടുമ്പോ അത് മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്, ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സുകുമാരി വന്ന് കാശിന്റെ അഹങ്കാരം കാണിച്ചുവെങ്കിൽ അവരാവഴിക്കും പൊട്ടന്നേ. വരുൺ പറയുന്നൊക്കെ സത്യ, പക്ഷെ ഞാനും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അമ്മയുടെ സംഗീതം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാരും പറയുന്നത്. പാടിക്കഴിഞ്ഞാലും നല്ല അഭിപ്രായ. സിനിമയിൽ പാടിയോന്ന് ചോദിച്ചാ പാടി, ആരെങ്കിലും കേട്ടോന്ന് ചോദിച്ചാ ഇല്ല. മായാജാലമാ. തന്റെ കൃഷ്ണൻ മായാജാലത്തിന്റെ ആളല്ലേ? അവസാനം നോക്കിക്കോ, ഇങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ച് അവസാനം ഒരു നല്ല പദവി എടുത്ത് കയ്യിലോട്ട് വെച്ചുവരും. അപ്പോഴേക്കും കുഴിക്കടിയിൽ പോയിട്ടുണ്ടാവും. ഈ ആളാണോ നല്ല കോൺഫിഡൻസ് കാണിക്കുന്നത്? ഇപ്പോ ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ട് നല്ല തളർച്ചയോടെ വന്നിരുന്നാല് ഇനി അരമണിക്കൂർ നീണ്ട ഒരു ക്ലാസ് ഉണ്ടല്ലോ, മോട്ടിവേഷൻ. അതെന്താ സ്വന്തം കാര്യത്തിൽ അപ്ലൈ ചെയ്യാത്തത്? ഇഞ്ചക്ഷൻ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ ഡോക്ടറെ കാണാതെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ലെന്ന്? ഇന്നലെ എന്ത് മരുന്നാ നിങ്ങൾ ശ്യാമയ്ക്ക് കൊടുത്തത്? ഇന്ന് ശ്യാമ ഏത് നേരത്തെ ഉണർന്നതെന്നറിയോ? ശ്യാമയ്ക്ക് എന്തൊരു പെയിൻ ആയിരുന്നോന്നറിയോ? ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നേ? ഡോക്ടറോട് പറയൂ. അതിനല്ലേ ഞങ്ങളെ ഡോക്ടറെ ചോദിക്കുന്നത്. പോയി വിളിച്ചോണ്ട് വാ, അല്ലാതെ ശ്യാമയുടെ ദേഹത്ത് തൊട്ടു പോവരുത്.
നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയാൻ നിൽക്കുന്നേ? അവരുടെ കാര്യം അവര് പറയട്ടെ. എങ്കിൽ ഞാൻ പറയാം. എനിക്ക് അസുഖമൊന്നുമില്ല. ഇന്നലത്തെ പോലെ വില പിടിച്ച് എന്നെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാ ഞങ്ങൾ ബഹളം ഉണ്ടാക്കും. ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ ഞങ്ങൾ പുറത്തു പറയും. ചെന്ന് പറഞ്ഞോ നിങ്ങളുടെ ആളുകളോട്? ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇവിടത്തെ അവസ്ഥ എന്തായാലും അസുഖമില്ലാത്തൊരു ചികിത്സയ്ക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ മുറിയിൽ പുറത്തു പോ. ഈ ഇഞ്ചക്ഷൻ എടുക്കാതെ ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. സെക്യൂരിറ്റി, സെക്യൂരിറ്റി. ആരെ വിളിച്ചു വരുത്തിയിട്ടും പ്രയോജനമില്ല. ഇന്ന് നിങ്ങൾ ശ്യാമയുടെ ദേഹത്ത് തൊടില്ല. മോർന്നിക്കാനല്ലേ പറഞ്ഞു. ശ്യാമ അങ്ങോട്ട് മാറുന്നേ. ഇതെന്താ, ഈ നാട്ടില് നീതി നിയമമൊന്നും ഇല്ലേ? ഇവരാരാ നമ്മുടെ വിധി നിശ്ചയിക്കാൻ? എവിടെ നിങ്ങളുടെ ഡോക്ടർ? എനിക്ക് കാണണം അയാളെ. എനിക്ക് നിങ്ങളെ ഡോക്ടറെ കാണണം. Music.